ആലപ്പുഴയ്ക്ക് വർക്കിന് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? ഞങ്ങൾക്കൊരു അതിഥി ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാവേ. അതിഥി ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഉടുമ്പൂട്ടനാണ്. ആള് മാത്രമല്ല, ആള് ഫാമിലി ഫുള്ള് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നു. പോകാൻ ടൈമായി. എൻ്റെ വർക്കിൻ്റെ ബാഗാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങളവിടെ എത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക പോകാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കി അവിടെ വെയിലും കൊണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. ചേർത്ത കാത്തിരിപ്പിന് ശേഷം പോകാനുള്ള വണ്ടി വന്നിട്ടോ. അപ്പം ഞാൻ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഇതാണ് ശരണ്യ ചേച്ചി. ഈ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ വർക്കിന് പോണത്. ഞാൻ ആദ്യമേ കയറി സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും ചൂടും കൊള്ളാതെ ഒരു മൂല പിടിച്ചിരിക്കുവാണേ ഞാൻ. ആളോട് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണേ. ഞാനും ചേച്ചിയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആ കാര്യങ്ങളും ഈ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും തന്നെയും പറയും. അങ്ങനെ ഞങ്ങൾ ചേച്ചിയും വായടക്കത്തില്ല, ഞാനും വായടക്കത്തില്ല. എന്തൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാലും ശരി കേട്ടോ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിശപ്പ്. കടകളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് വിശപ്പ് കൂടുവേ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ചോറും മീൻ വറുത്തതൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇപ്പം എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ഇനി അവിടെ എത്തിയിട്ട് കാണാവേ. അയ്യോ, ഇവിടെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പറ്റാണ്ടായി. പിന്നെ ഞാൻ ഇവിടെ എത്തി കേട്ടോ. ഇപ്പം ചെക്കിൻ ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് കയറി. ഞങ്ങളിതേ എല്ലാം എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ബ്രൈഡ് ഇപ്പം വരും. ഇന്ന് തലേ ദിവസത്തെ പരിപാടി ഉണ്ട് അവർക്ക്. ഇന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പുടവ കൊടുക്കാൻ വേണ്ടി വരുന്ന ചടങ്ങുണ്ട്. അപ്പോൾ അതിന് ബ്രൈഡ് വരുവേ. അതിന് റെഡിയാക്കണം നമുക്കിന്ന്. ഇതാണ് കേട്ടോ റൂം വന്നിട്ട്. ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ റൂമിൽ. പിന്നെ ബ്രൈഡിന് മിററിൻ്റെ മുന്നിൽ ഇരുത്തി ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം പട്ടി ഷോ അത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ ആസ് യൂഷ്വൽ എല്ലാ ബ്രൈഡിനെ പോലെ ഈ ബ്രൈഡും നമുക്ക് പോസ്റ്റ് വന്നു കുറച്ച് നേരം. ഞങ്ങളപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കുവാണ്. ബ്രൈഡ് പോസ്റ്റ് എന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ആള് തന്നെ എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അപ്പോൾ ആള് ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതെ, നമ്മുടെ ബ്രൈഡ് വന്നിട്ടോ. ആള് ലേറ്റായി പോയ കാര്യങ്ങളും പിന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുവാണേ. ഒട്ടും ടൈം കളയാതെ തന്നെ ശരണ്യ ചേച്ചി മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണേ. വീട്ടിൽ നിന്ന് എനിക്ക് കട്ട് ചെയ്ത് തന്നു വിട്ടതാണ്. ശരണ്യ ചേച്ചിയുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായിട്ട്. അപ്പോഴേക്കും ഞാൻ ഹെയർ സ്റ്റാർട്ട് ചെയ്തു. മുടി ഒന്ന് അയൺ ചെയ്ത് ക്രിമ്പ് ചെയ്തു. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ബ്രൈഡ് ഉണ്ടല്ലോ, ആളാകെ ടെൻഷൻ പിടിച്ചാണ്ടോ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളെ എൻഗേജ്മെൻറ്റ് ആരോ കുളമാക്കി കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ നല്ല ചീത്ത കേട്ടു. ഹെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, മേക്കപ്പ് കൂടിപ്പോയി, മിററിൻ്റെ മുന്നിൽ ഇരുത്തിയില്ല, ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. നമ്മുടെ റൂമിലാണെങ്കിൽ മിറർ വന്നത് കോർണറിലും ആയിപ്പോയി കേട്ടോ. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഒട്ടും ടെൻഷനാക്കാണ്ട് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിറർ കാണിച്ച് ഹെയർ സ്റ്റൈൽ എങ്ങനെ ഫ്രണ്ടിൽ വേണ്ടതെന്നൊക്കെ കാണിച്ച് ആളെ ഓക്കെ ആക്കിയിട്ടാണോ ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവരെല്ലാവരും ഓക്കെ പറഞ്ഞു. നാളെ ഇനി വെഡ്ഡിങ് ആണ് ഉള്ളത്. വെഡ്ഡിങ് റിസപ്ഷനും ഉണ്ട്. പിന്നെ ഈ റൂമും അടിപൊളിയാണ്. പക്ഷേ ഇത് കണ്ടോ, മിറർ ആ മൂലയ്ക്ക. അപ്പോൾ ബ്രൈഡിനിരുന്ന് മിറർ നോക്കി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ റൂമിലോട്ട് മാറ്റുക. അങ്ങനെ ഞങ്ങൾ റൂം ചേഞ്ച് ചെയ്തിട്ടോ. ഇത് ബ്രൈഡിൻ്റെ കസിൻസ് ആരോ എടുത്ത റൂമാണ്. അത് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ റൂം അവർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പട്ടിഷോ അത് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ചേച്ചി വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കണേണ്. ഞാനും വീട്ടിലോട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. ഞാൻ പോയി ഡ്രസ്സ് മാറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ പോവാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബ്രൈഡിൻ്റെ സാരിയും കൂടി ഒന്ന് എടുത്തിട്ട് വരണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് പുറത്ത് പോകാൻ പോണത്. പിന്നെ ഞങ്ങളുടെ ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ കേട്ടോ, വലിക്കണം എങ്ങനെയാണെന്ന്. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്ത വലിച്ചാലേ അത് വരുത്തുള്ളൂ കേട്ടോ.
പ്രായം കുറക്കാൻ കണ്ണാടി ഒരു മാറ്റുന്ന മക്കളെ പുറയിലിട്ട് പൊട്ടുന്ന തരില്ല തരില്ല ഒക്കെ നേരെ മനുഷ്യ പോയിട്ട് കിട്ടുമോ? ഓ കണ്ണ വെള്ളം കുടിക്കണം കുട്ടി. പിന്നെ കടയിൽ ഇടക്കിടക്ക് ഹെയർ വാഷ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യണില്ലല്ലോ. അതെ. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് സാരി വന്നിട്ട് ഞങ്ങളത് എടുത്തിട്ട് വന്നായിരുന്നു. ഇപ്പം ഞാൻ ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്തുകൊണ്ടിരിക്കുവാണേ. സാരി വന്നിട്ട് എംലോഫ്റ്റിൻ്റെ ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാരി ബ്രാൻഡാണ് കേട്ടോ എംലോഫ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഒന്നും കൂടി ആ ബ്രാൻഡിനോട് ഇഷ്ടം കൂടിയ പോലെയാണ് കേട്ടോ. ഫ്ലീറ്റൊക്കെ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതേ സാരിയൊക്കെ ഫ്ലീറ്റ് ചെയ്ത് വെച്ചു. ഇനി സമാധാനമായി പോയി കിടന്ന് ഉറങ്ങാം. ഒരു 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. അതൊന്ന് ഉറങ്ങി തീർന്നിട്ട് വരാം. അങ്ങനെ 4 മണിക്കത്തെ അലാറം അടിച്ചു. പിന്നെയും എനിക്ക് ഉറക്കം വന്നുകൊണ്ടേയിരിക്കുന്നു. പോയി പല്ല് വെച്ചിട്ട് വരാം. അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടാവാറില്ല. പല്ല് വെക്കുക, മുഖം കഴുകുക, റെഡിയാവുക. അപ്പോഴേക്കും ബ്രൈഡിനെ ചേച്ചി റെഡിയാക്കാൻ തുടങ്ങിയായിരുന്നു. ബ്രൈഡ് ഇന്നലെ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ചേച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയായിരുന്നേ. രാവിലെ തന്നെ സോമന ഊണാവണ കാണണോ. ഞാനൊരു ഗുഡ് മോർണിംഗ് ഇവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ട വന്നു അവസാനം. ഞാൻ നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. നിങ്ങളൊരു ഗുഡ് മോർണിംഗ്. ഒരു ചായ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു കഴിഞ്ഞ് വാ ഇനി നീയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പണി സാധനങ്ങളൊക്കെ ഞാൻ നിർത്തിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഹെയർ ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് ക്രിമ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ഇത് അപ്പോഴേക്കും ഫോക്കസ് ഔട്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതാണ്ടോ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ആളപ്പോൾ അതേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം കേട്ടോ ഒതുക്കി വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ ഈ കാര്യം ഞാൻ എത്ര മടിയാണെങ്കിലും ഞാൻ ചെയ്തിട്ടേ പിന്നെ ഇരിക്കാറുള്ളൂ കേട്ടോ. എത്ര വർക്ക് കഴിഞ്ഞ് ടയേർഡാണെങ്കിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പണിയെടുക്കുന്ന സാധനമാണല്ലോ. പിന്നെ ബ്രൈഡ് പോയി കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൻ്റെ കോലം വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ചേച്ചി വന്ന അവസാനം നമുക്കൊന്ന് റൂമൊന്ന് ക്ലീൻ ചെയ്ത് തന്നു. അതുവരെ ഞങ്ങൾ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു കേട്ടോ. ഇനിയൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് കാണാം. രാവിലെ ഒരു 10:45 കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എഴുന്നേക്കണത് 2 മണി 2:30 ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ 3 മണിയാകുമ്പോഴേക്കും ബ്രൈഡ് വരും. അപ്പോഴേക്കും നമ്മൾ ഫ്രഷായി റെഡി ആവാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഉറക്കത്തിരുന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പ്രാന്ത് കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും, എനിക്കൊന്നും ഓർമ്മയില്ല. ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഫുഡ് കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇല്ലടാ കഴിച്ചില്ല, എഴുന്നേറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബ്രൈഡ് ആരെയൊക്കെയോ കൊണ്ട് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഊരി ഒന്ന് ആളെ പഴയ കോലത്തിലാക്കി എടുത്തിട്ട് വേണം ഇനി റിസപ്ഷന് വേണ്ടി ആളെ റെഡിയാക്കാനായിട്ട്. ഇനി ഒന്ന് ഇത് പോയി ഊരി അഴിച്ചു മാറ്റിയിട്ടൊക്കെ വരാം കേട്ടോ. ക്രിസ്ത്യൻ ബ്രൈഡ് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ ഓഫ് വൈറ്റ് ഗൗണൊക്കെ റിസപ്ഷൻ എടുത്തേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നേ ആളെ കാണാനായിട്ടും. ഹിന്ദു ലുക്കിലും കാണാനൊരു നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ലുക്കിലും നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഈ ഇടയ്ക്ക് ഈ കോട്ട് സൂട്ടിയിട്ട് നടക്കുന്നത് നമ്മുടെ ഗ്രൂമായിരുന്നു കേട്ടോ. ആൾക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, സ്പ്രേ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചരണ്യ ചേച്ചിക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തായിരുന്നു. ഇതാണ് ഞാൻ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ആൾക്ക് ജസ്റ്റ് സ്പ്രേ മാത്രം അടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഫൈനൽ ലുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കണായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെ. കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ആളുടെ ഫ്രണ്ടിൽ 2 സൈഡിൽ നമ്മൾ ഹെയർ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിയാറായി. ശരണ ചേച്ചിക്ക് 2-3 വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറയുവാണേ. ഫ്ലൈറ്റിൽ തന്നെ കയറൂല. ഹായ് ഗൈസ്, വർക്കൊക്കെ കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലേ സമാധാനം. ഉറങ്ങണ വീഡിയോ എടുത്തിട്ടൊക്കെ ഓർക്കാൻ വയ്ക്കണ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വരിഞ്ഞ അമ്മ വന്നില്ല അതെ ഞങ്ങളിവിടെ സുഖിക്കുകയാണ്.
അതെ, റിലാക്സ് ചെയ്യണം. ഞങ്ങൾക്ക് ആഴ്ച ചെയ്യാം. ഇങ്ങോട്ടാണോ? എന്നാ പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ടാവാന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറ. നല്ല വിശേഷം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ 2 ദിവസത്തെ? എല്ലാ ബ്രൈഡിനെയും പോലെ അല്ല കേട്ടോ ഈ കുട്ടി. എന്താ പറയാ, ഞങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധാരണ ചില വീടുകൾ വർക്കിന് പോയാലും നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് വല്ലതും വേണോ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ആതിര അങ്ങനെയല്ല. ആതിര നല്ല സ്മാർട്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ആതിരയുടെ സൈഡിൽ നിന്നുള്ള ഓരോ ട്രീറ്റും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വരുമല്ലോ അല്ലേ? ബ്രൈഡ് ഇവിടെ ഇരിക്കണ കൊണ്ടിട്ടൊന്നും അല്ല. അതെ, സീരിയസ്ലി ഞങ്ങൾ പറയണായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. കുറച്ചധികം നേരത്തെ പോസ്റ്റിന് ശേഷം ദേ ബ്രൈഡിനെ വിളിച്ചുട്ടോ വരാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ദേ ബ്രൈഡ് പോകാൻ പോവാണ്. ഇതാണ് ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞങ്ങൾക്കും ഇവിടുന്ന് പോകാൻ ടൈമായിട്ടോ. ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ബൈ ബൈ. ഓക്കെ. മനസ്സിലിപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷായി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങണം. പക്ഷെ വീട്ടിൽ ചെന്നാലും നേരെ തിരിച്ചാണ് ഞാൻ ചെയ്തത്. ഫുഡും കഴിച്ച് ഉറക്കം തൂങ്ങണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കണം. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ആളത്ര നല്ല മൂഡിലല്ല കേട്ടോ. അവിടെ ടാറ്റ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.